ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കിഴക്കമ്പലം എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ് നമ്മളെന്നുള്ളത്. ഒരേ സ്റ്റൈലിൽ വരുന്ന കൊളോണിയൽ ഡിസൈനിൽ കൊടുത്തിട്ടുള്ള 4 ബെഡ്റൂം വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. 4,860 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് 3 കിലോമീറ്ററും പഴങ്ങനാട് ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററുമാണ് വരുന്നത്. 5 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഈ വീടിന്റെ ദർശനം വരുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരേ സമയം 2 SUV കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട്. വീടിന്റെ മുറ്റം മുഴുവനായി തന്നെ ബാംഗ്ലൂർ സ്റ്റോണുകളാണ് വിരിച്ചിരിക്കുന്നത്. ചെറിയൊരു ഗാർഡൻ വർക്കൊക്കെ വീടിന് മുന്നിലായി സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്ത ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു സോഫ സെറ്റ് തന്നെ നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. LED സ്പോട്ട് ലൈറ്റുകൾ കൊണ്ടുള്ള വളരെ ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിൾ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി ഒതുങ്ങി മാറി തന്നെ വളരെ മനോഹരമായ ഒരു വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും പാനൽ വർക്കൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് ഈ വീടിന്റെ വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള മുഴുവനായി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 3 പാളങ്ങളുള്ളൊരു വലിയ വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10 അടി വീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള മനോഹരമായൊരു വാർഡ്രോബും ഈ റൂമിലും നമുക്ക് കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. മുഴുവനായി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തൊരു ഹാൻഡ് റെയിലാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സ്റ്റെയർവേ കയറി പോകുന്ന ഭിത്തിയിലായി നല്ലൊരു ജാളി വർക്കൊക്കെ ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്ത ഒരു സ്റ്റഡി ടേബിളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വലിയൊരു ഓപ്പൺ സ്പേസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വീടിന് മുകളിലേക്ക് കയറി പോകാനുള്ള കോണിപ്പടികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20 അടിയോളം നീളം വരുന്ന വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്.
ഏകദേശം 12 അടിയോളം വരുന്ന വലിയൊരു ബെഡ്റൂം ഇവിടെയും നമുക്ക് കാണാനാവുന്നുണ്ട്. 3 പാളികളുള്ളൊരു വലിയ വാർഡ്രോബും ഇവിടെ നൽകിയിരിക്കുന്നു. അതോടുകൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10 അടി വീതിയുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 4,860 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,850 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ മനോഹരമായ വില്ല നേരിൽ കാണാനോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.